ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറിയുടെ 48ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കോപ്പിയിൽ എങ്ങനെയാണ് ലെറ്റേഴ്സ് എഴുതുക എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിച്ചത്? ഏത് ലെറ്ററാ? ലെറ്റർ എച്ച്. അപ്പോ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിക്കേണ്ടത്? ഏത് ലെറ്ററാണ്? എച്ച് കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് അല്ലേ? അത് ഏത് ലെറ്ററാണ്? ഏത് ലെറ്ററാ? ലെറ്റർ ഐ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ കോപ്പിയിൽ എഴുതാൻ പഠിക്കും അല്ലേ? ആദ്യം ടീച്ചറെ ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ ഫ്രീ ഹാൻഡ് ആയിട്ട് എൻ്റെ കുഞ്ഞുമക്കൾക്ക് എഴുതി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മുന്നേ എഴുതി പഠിച്ചതാണല്ലേ. നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ഐ എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം, 2 സ്ലീപ്പിംഗ് ലൈൻ വേണം. ടീച്ചർ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ഐ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ ആണ് അല്ലേ വേണ്ടത്? ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം. ഇനി 2 സ്ലീപ്പിംഗ് ലൈൻ. ഈ സ്റ്റാൻഡിങ് ലൈനിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. താഴെ ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ കൂടി വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ ഐ. ഇനി സ്മോൾ ലെറ്റർ ഐ. സ്മോൾ ലെറ്റർ ഐ എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം, ഒരു ഡോട്ട് വേണം അല്ലേ? എങ്ങനെയാ? ആദ്യം നമ്മൾ ഒരു ചെറിയ സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കും. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഒരു കുത്ത് ഇട്ട് കൊടുക്കും അല്ലെ? ഇതാണ് സ്മോൾ ലെറ്റർ ഐ. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? കോപ്പിയിൽ എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ എഴുതുക എന്ന് നോക്കണം അല്ലെ? ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ക്യാപിറ്റൽ ലെറ്റർ ഐയും സ്മോൾ ലെറ്റർ ഐ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3 ലൈൻസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ഐ എഴുതാം. ഇതാ ഒന്നാമത്തെ ലൈനിൽ നിന്നും 3ാമത്തെ ലൈനിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നാമത്തെ ലൈനിൽ ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് 3ാമത്തെ ലൈനിൽ ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കുക. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഐ. ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ ഐ ആണ് എഴുതേണ്ടത്. ഇതാ ഈ 2 ലൈനിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സ്മോൾ ലെറ്റർ ഐ എഴുതുന്നത്. അതായത് 2ാമത്തെ ലൈനിലും 3ാമത്തെ ലൈനിലും ഇതാ ഇവിടെ നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി ഈ സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ ഇതാ ആദ്യത്തെ ലൈനിന്റെയും ഈ 2ാമത്തെ ലൈനിന്റെയും ഉള്ളിലായിട്ട് എന്ത് വരച്ചു കൊടുക്കുക? എന്തിട്ട് കൊടുക്കണം? ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതാണ് സ്മോൾ ലെറ്റർ ഐ. ടീച്ചർ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ആദ്യം ആദ്യത്തെ ലൈനിൽ നിന്നും 3ാമത്തെ ലൈനിലേക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ആദ്യത്തെ ലൈനിൽ നമ്മൾ ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ 3ാമത്തെ ലൈനിൽ ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു കൊടുക്കാം. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഐ, ഇത് സ്മോൾ ലെറ്റർ ഐ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഐ, ഇത് സ്മോൾ ലെറ്റർ ഐ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ എങ്ങനെയാണ് കോപ്പിയിൽ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? എങ്ങനെയാ? ഇങ്ങനെയാണല്ലേ. ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ. ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ. ഇങ്ങനെ ഇതിന്റെ ലെറ്ററിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കുക അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ. ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ. അപ്പോ നമ്മള് ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ഐ. ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ. അപ്പോ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ക്യാപിറ്റൽ ലെറ്റർ ഐ, സ്മോൾ ലെറ്റർ ഐ കോപ്പിയിൽ നന്നായി എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ എഴുതി പഠിക്കാം. അതുവരേക്കും ടാറ്റാ.